അവർ അന്യമതസ്ഥരുടെ വിഗ്രഹങ്ങളിലേക്ക് തിരിഞ്ഞുപോയൊരു സന്ദർഭം 25-ാം അധ്യായത്തിന്റെ ആരംഭ ഭാഗത്ത് കാണുവാൻ കഴിയുന്നു. തൊട്ടടുത്ത് ദൈവം അവരുടെ മേലൊരു ബാധ അയച്ചു. 25-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ബാധ കൊണ്ട് മരിച്ചുപോയവർ 24,000 പേരായിരുന്നു. എന്താ പറഞ്ഞു വന്നതിന്റെ അർത്ഥം? ദൈവം സമസ്ത ഭൂമണ്ഡലത്തെയും സൃഷ്ടിച്ചവനാ. അവൻ അനാദിയായും ശാശ്വതമായും ദൈവമാ. ഈ ഭൂമുഖത്ത് ഒതുങ്ങി നിൽക്കുന്നവനല്ല, മനുഷ്യന്റെ കൈവേലയ്ക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നവനല്ല, അവനെ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയുന്നതല്ല. അവൻ അദൃശ്യവാനായ ദൈവമാണ്, അവൻ സർവശക്തനായ ദൈവമാണ്. എന്നാൽ ഇസ്രായേൽ ജനം വിളിച്ചു വേർതിരിക്കപ്പെട്ടവർ ദൈവത്തെ രൂപങ്ങൾക്കകത്ത് ഒതുക്കി നിർത്താമെന്ന് വ്യാമോഹിച്ച ചിലരുമായി കൂട്ടുകൂടി അവരുടെ അടുക്കിലേക്ക് പോയി അത്തരത്തിലുള്ള ആരാധനാ രീതികളിൽ അവർ പങ്കാളികളായി തീർന്നപ്പോൾ അവരിൽപ്പെട്ട 24,000 പേർ സംഹരിക്കപ്പെടത്തക്ക ബാധ അവരുടെ നടുവിലുണ്ടായി. അത് മറന്നു കളയരുതെന്നാണ് ദൈവത്തിന്റെ വചനം മീഖാ പ്രവാചകനിലൂടെ ദൈവജനത്തോട് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ താങ്കളോട് പറയട്ടെ, താങ്കൾ വിശുദ്ധിക്ക് വേണ്ടിയും വേർപാടിനു വേണ്ടിയും ധീരതയോടെ നിലനിൽക്കുമ്പോൾ താങ്കളെ അനുഗ്രഹിക്കുന്ന ദൈവം ശാപത്തെ പോലും അനുഗ്രഹമാക്കി മാറ്റുന്ന ദൈവമാണ് നാം സേവിക്കുന്ന നമ്മുടെ ദൈവമെങ്കിൽ, വിശുദ്ധിയില്ലാത്ത, വേർപാടില്ലാത്ത, ജീവിതത്തിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാത്ത രംഗങ്ങളിൽ ദൈവത്തിന്റെ അടി നാം വാങ്ങിക്കൂട്ടുമെന്നുള്ളതിന് സംശയമില്ല എന്നത്രേ തിരുവചനം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. ഗിൽഗാൽ വരെ സംഭവിച്ചത് മറക്കരുതെന്ന മീഖാ പ്രവാചകൻ പറഞ്ഞത്. എന്താണ് ഗിൽഗാൽ? ഗിൽഗാലിനെ സംബന്ധിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നു. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം 9-ാമത്തെ വാക്യം, മിസ്രയീമിന്റെ നിന്ന, ഈജിപ്തിന്റെ നിന്ന നിങ്ങളിൽ നിന്ന് ഞാൻ ഉരുട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞ് ആ സ്ഥലത്തിന് ഗിൽഗാൽ അഥവാ ഉരുൾ എന്ന് പേരിട്ടു. ഗിൽഗാൽ എന്ന പദത്തിന്റെ അർത്ഥം ഉരുട്ടിക്കളഞ്ഞ സ്ഥലം, നിന്ന ഉരുട്ടിക്കളഞ്ഞ സ്ഥലം എന്നാണ്. എന്താണത് അർത്ഥമാക്കുന്നത്? പാപത്തിന്റെ കഠിനമായ അന്ധകാരത്തിൽ നിന്ന് അതിൻ്റെ ഇരുളിനെ ഉരുട്ടി മാറ്റി താങ്കളെ പുതിയ വ്യക്തിത്വമാക്കി തീർത്ത കാര്യം താങ്കൾ മറന്നുപോകരുത്. പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഒരുപക്ഷെ താങ്കൾക്കും എനിക്കും ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ പറഞ്ഞ് യേശുവിലേക്ക് കടന്നു വന്ന ആ രംഗം മറന്നു പോകരുതെന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഇന്നത്തെ പ്രസംഗം ഉപസംഹരിപ്പാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ ബൈബിളിലെ ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 32-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ. എന്താ ലോത്തിന്റെ ഭാര്യയെ മറക്കരുതെന്ന് ദൈവത്തിന്റെ വചനം പറയാൻ കാരണം? പണ്ടാരോ ഇങ്ങനെ പറഞ്ഞു, സ്വന്തം ഭാര്യയുടെ കാര്യം ഓർക്കാൻ സമയമില്ല, പിന്നെയാ ലോത്തിന്റെ ഭാര്യയുടെ കാര്യം ഓർക്കുന്നതെന്ന്. വിശുദ്ധ ബൈബിളിലെ ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം 18-19 അധ്യായങ്ങൾ വായിച്ചാൽ എന്താണ് ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണമെന്ന് നമുക്കവിടെ ബോധ്യമാകും. അബ്രഹാമിന്റെ വീട്ടിൽ നട്ടുച്ച നേരത്ത് 3 ദൈവദൂതന്മാർ എത്തി. ആ ദൂതന്മാർ നിന്റെ ബന്ധുവായ ലോത്ത് താമസിക്കുന്ന സോദോമും ഗോമോറയും അവിടുത്തെ അധാർമിക പ്രവർത്തനങ്ങൾ സ്വർഗത്തോളം എത്തിയിരിക്കുന്നു, അതുകൊണ്ട് നേരിലൊന്ന് വിലയിരുത്താൻ ദൈവദൂതന്മാരായ ഞങ്ങൾ വന്നതാ. വീണ്ടും 19-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ 2 ദൂതന്മാർ വൈകുന്നേരത്ത് സോദോമിലെത്തി. ലോത്ത് സോദോമിന്റെ പട്ടണവാതിക്കൽ ഇരിക്കുകയായിരുന്നു. ലോത്തിന്റെ വീട്ടിൽ ആ ദൂതന്മാർ പോയി രാത്രിയിൽ ലോത്തിനോട് ഒരുമിച്ച് വീട്ടിൽ കഴിച്ചുകൂട്ടി. ആ രാത്രി മുഴുവൻ അവർ ലോത്തിനോട്, ലോത്തേ, ഈ പട്ടണം നശിപ്പിക്കപ്പെടുവാൻ പോകുന്നു, ഇവിടുത്തെ മനുഷ്യർ മഹാദുഷ്ടന്മാരാണ്, അവർ ദൈവത്തെ അന്വേഷിക്കാതെ ഭോഗപ്രിയരായി അധാർമിക പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുന്നത് കൊണ്ട് ഞാൻ സോദോമിനെയും ഗോമോറയും നശിപ്പിക്കുവാൻ പോകുന്നു എന്നുള്ള ദൈവത്തിന്റെ വചനം ലോത്തിനും അവന്റെ ഭാര്യയ്ക്കും അവന്റെ മക്കൾക്കും ഉപദേശിച്ചു കൊടുത്തു. ഈ പ്രസംഗങ്ങളെല്ലാം രാത്രിയിൽ കഴിഞ്ഞിട്ട് പ്രഭാതത്തിൽ തന്നെ ലോത്തിനെയും അവന്റെ ഭാര്യയെയും അവന്റെ 2 പെൺമക്കളെയും നിർബന്ധിച്ചു വേഗത്തിൽ
ഈ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടുകൊള്ളുക. ആ ദൂതന്മാർ അവരുടെ കൈക്ക് പിടിച്ചവരെ പട്ടണത്തിന് പുറത്തേക്ക് ഓടിച്ചു കൊണ്ടുപോവുകയാണ്. അപ്പോൾ അവർ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ വളരെ വേഗത്തിൽ അടുത്തുള്ള പട്ടണത്തിലേക്ക് ഓടിപ്പോക, പക്ഷേ തിരിഞ്ഞ് പിറകോട്ട് നോക്കരുത്, തിരിഞ്ഞു നോക്കുവാൻ പാടില്ല എന്നവർ പറഞ്ഞു. എന്നാൽ ലോത്തും കുടുംബവും മുൻപോട്ട് പോകുന്ന വഴിക്ക് ലോത്തിന്റെ ഭാര്യ ഒന്ന് പിറകോട്ട് തിരിഞ്ഞു നോക്കി. തിരുവചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവൾ ഉപ്പുതൂണായി പോയി. ലോത്തും തൻ്റെ 2 പെൺമക്കളും മാത്രം വീണ്ടും ഓടി. ലോത്തിന്റെ ഭാര്യയ്ക്ക് പിന്നെ ഓടുവാൻ കഴിഞ്ഞില്ല. അവൾ തിരിഞ്ഞ് പിറകോട്ട് നോക്കിയ സെക്കൻഡിൽ അവൾ ഉപ്പുതൂണായി പോയി. അങ്ങനെ അവൾക്ക് സംഭവിച്ചു. വചനം പറയുന്നു, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിനെന്ന്. എന്താ ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, തലേ രാത്രി മുഴുവനും ദൈവത്തിന്റെ ദൂതന്മാർ നിന്റെ വീട്ടിനകത്ത് വന്നിട്ട് ഈ പട്ടണം നശിപ്പിക്കപ്പെടുമെന്നും രക്ഷയ്ക്ക് വേണ്ടി ഏകമാർഗമേ ഉള്ളൂ എന്നും അത് കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ട് കൈക്ക് പിടിച്ച് പുറത്തു കൊണ്ടുവരുവാൻ അവർ ആഗ്രഹിച്ച് പുറത്തു കൊണ്ടുവന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കരുത്, ഓടിപ്പോയിക്കൊള്ളുക എന്ന് പറഞ്ഞപ്പോൾ കാര്യമൊക്കെ ശരിയാ. വന്ന നിങ്ങൾ ദൈവത്തിന്റെ ദൂതന്മാരാ, എനിക്കത് ബോധ്യമുണ്ട്. നിങ്ങൾ പറഞ്ഞത് ദൈവത്തിന്റെ വചനമാ, അതും എനിക്ക് ബോധ്യമുണ്ട്. നിങ്ങൾ പറഞ്ഞതുപോലെയൊക്കെ ചെയ്താൽ രക്ഷയുണ്ട്, അതും എനിക്ക് ബോധ്യമുണ്ട്. പക്ഷേ എൻ്റെ അയൽപക്കത്തുള്ള സ്നേഹിതരെയും എൻ്റെ മക്കൾക്ക് വിവാഹ നിശ്ചയം ചെയ്ത 2 പുരുഷന്മാരെയും മറ്റ് സുഹൃത്ത് ബന്ധങ്ങളെയും ബന്ധുമിത്രാദികളെയും എല്ലാം ഇട്ടെറിഞ്ഞ് എങ്ങനെയാ അങ്ങനെ ഒരു ഓടിപ്പോക്കിന് തയ്യാറാകുന്നത് എന്ന് സംശയിച്ച് പുറകോട്ട് തിരിഞ്ഞു നോക്കിയ വ്യക്തിത്വമായിരുന്നു ലോത്തിന്റെ ഭാര്യ. അവളെ ഓർക്കണമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഇന്ന് പ്രഭാതത്തിലും ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സ്നേഹിത, രക്ഷയ്ക്കുള്ള ഏകമാർഗം അത് കർത്താവായ യേശുവാണ് എന്നും രക്ഷിക്കപ്പെടണമെന്നോ സ്നാനപ്പെടണമെന്നോ വചനം അനുസരിക്കണമെന്നോ പാപജീവിതം വിട്ടെറിഞ്ഞ് പുതിയ ജീവിതത്തിന് തയ്യാറാകണമെന്നോ മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ ദൈവദൂതന്മാരോട് നിങ്ങൾ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് പറഞ്ഞതുപോലെ ഇന്ന് പ്രഭാതത്തിലും ദൈവത്തിന്റെ വചനം കേട്ടുകഴിയുമ്പോൾ ഇതെല്ലാം സത്യമാ, പക്ഷേ എങ്ങനെ ഇതെല്ലാം വിട്ടെറിഞ്ഞ് ഒരോട്ടത്തിന് ഞാൻ തയ്യാറാകുമെന്ന് ചിന്തിച്ച് പിറകോട്ട് തിരിഞ്ഞ് പുറകിലുള്ള മടുപ്പിക്കുന്ന രംഗങ്ങളെ നോക്കിയിട്ട് നിന്നുപോകുന്ന വ്യക്തിത്വമായി തീരരുത് എന്നാണ് ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. വചനം പറയുന്നു, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ദൈവത്തിന്റെ വചനം ഇന്ന് പ്രഭാതത്തിൽ താങ്കൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് ദൈവത്തിന്റെ വചനം നിങ്ങളോട് പറയുന്നു. അറിഞ്ഞ സത്യത്തിനു വേണ്ടി പുറകോട്ട് തിരിഞ്ഞു നോക്കാതെ, ചാർച്ചക്കാരെ നോക്കാതെ, ബന്ധുക്കളെ നോക്കാതെ, അയൽപക്കംകാരെ നോക്കാതെ, മറ്റുള്ളവർ എന്തു പറയുമെന്ന് നോക്കാതെ അറിഞ്ഞ സത്യത്തിനു വേണ്ടി ദൃഢമായി സ്റ്റെപ്പ് എടുത്തു വയ്ക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറെങ്കിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ കരം ആമേൻ നമുക്ക് വേണ്ടി വെളിപ്പെട്ടു നിൽപ്പുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ യേശു താങ്കളെ മാടി വിളിക്കുന്നു. ഈ സത്യവെളിച്ചം പ്രോഗ്രാമിലൂടെ, ട്രൂ ലൈറ്റ് സത്യവെളിച്ചം, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്ന യേശു ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എൻ്റെ സുവിശേഷം. യേശു അവൻ പാപത്തിൽ നിന്ന് പരിഹാരം തരും. അവൻ താങ്കളുടെ ശാപത്തിൽ നിന്ന് പരിഹാരം തരും. ആഭിചാരത്തിനോ മന്ത്രവാദത്തിനോ നിങ്ങളെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നു എങ്കിൽ യേശു താങ്കൾക്ക് പരിഹാരവാന്, യേശു താങ്കൾക്ക് വേണ്ടി അത്ഭുത പ്രവൃത്തി ചെയ്യുന്ന കർത്താവാ. ദൈവം നിങ്ങളെ ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങൾക്ക് വിളിക്കുവാൻ മറക്കരുത്. ഞങ്ങളുടെ ടെലിഫോൺ നമ്പർ 9142415050. ദൈവം നിങ്ങളെ ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ.